നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകർക്കും സ്വാഗതം. രക്തസാക്ഷികളുടെ ചുടുനിണത്തിലാണ് സഭ എന്നും പടുത്തുയർത്തപ്പെടുന്നത്. ഏറെ പ്രത്യേകിച്ച് ആദിമസഭയിലെ ധീരരായ വിശ്വാസികൾ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചത് നമ്മെ എന്നും ആവേശം കൊള്ളിക്കുന്നതാണ്. പഴയ കാലഘട്ടങ്ങളിൽ സഭ പടുത്തുയർത്തപ്പെട്ടത് രക്തസാക്ഷികളുടെ ധീരതയിലായിരുന്നെങ്കിൽ ഈ കാലഘട്ടം വലിയ വെല്ലുവിളി നമുക്ക് നൽകുന്നതാണ്. ധാരാളം ആളുകൾ വിവിധ രാജ്യങ്ങളിൽ വലിയ പീഡനമാണ് അനുഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. അവരെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. ആദിമസഭയിൽ രക്തസാക്ഷിത്വം കണ്ട് വിശ്വാസികൾ മനസ്സ് മടുത്തു പോകാതിരിക്കുന്നതിന് വിവിധ ഗ്രന്ഥങ്ങൾ രചിച്ചു. സുവിശേഷം, ലേഖനങ്ങൾ. തൻ്റെ ലേഖനങ്ങളിലും സുവിശേഷങ്ങളിലും വളരെ ശക്തമായിട്ട് പ്രബോധനങ്ങളിലൂടെ ആദിമസഭാപിതാക്കന്മാർ വിശ്വാസികളെ ശക്തിപ്പെടുത്തിയിരുന്നു. ഈ കാലഘട്ടം നമ്മെ വീണ്ടും ക്ഷണിക്കുകയാണ്. ശക്തിയുള്ളവരാകൂ, ധീരരാകൂ, വിശ്വാസത്തിന് വേണ്ടി ധീരതയോടുകൂടി പട നയിക്കൂ, ധീരതയോടുകൂടി രക്തസാക്ഷിത്വം വരിക്കൂ. നമുക്ക് ധീരത ലഭിക്കണമെങ്കിൽ വിശുദ്ധരുടെ, രക്തസാക്ഷികളുടെ ജീവിത വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴേ പാഠമാകൂ. അതിനുള്ള ഒരു പരിശ്രമമാണ് നാം ഇവിടെ. ഇന്ന് നാം പരിശോധിക്കുന്നത് സുവിശേഷകനായ വിശുദ്ധ ലൂക്കായുടെ ജീവിതമാണ്. മൂന്നാമത്തെ സുവിശേഷത്തിൻ്റെയും അപ്പസ്തോല പ്രവർത്തനങ്ങളുടെയും രചയിതാവായിരുന്ന വിശുദ്ധ ലൂക്ക വിശുദ്ധ പൗലോസ്ലീഹായുടെ ശിഷ്യനും സഹചാരിയുമായിരുന്നു. മുമ്പ് വിജാതീയനായിരുന്ന അദ്ദേഹം സുവിശേഷ രചന നടത്തിയത് പ്രധാനമായും വിജാതീയർക്ക് വേണ്ടിയായിരുന്നു. ഒരു ചികിത്സകൻ കൂടിയായ അദ്ദേഹം നല്ലൊരു ചിത്രകാരനുമായിരുന്നു. പിൽക്കാലത്ത് അപ്പസ്തോലന്മാരെയും മറ്റനേകരെയും പിന്തുടർന്ന് സധൈര്യം രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ലൂക്ക ഇന്ന് ചിത്രകാരന്മാരുടെയും ചികിത്സകരുടെയും മധ്യസ്ഥനായി വണങ്ങപ്പെടുന്നു. പിതാവേ, ആരായിരുന്നു വിശുദ്ധ ലൂക്ക? വിശുദ്ധ ലൂക്കായെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ചരിത്രത്തിൽ വിശുദ്ധ ലൂക്കായെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഒന്നും തന്നെ ലഭിക്കുന്നില്ല. കാരണം അദ്ദേഹം തുർക്കിയിൽ ജനിച്ച വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു വിജാതീയനായിരുന്നു, ഒരു യഹൂദനായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു വൈദ്യനായിരുന്നു. നന്നായിട്ട് ചികിത്സിക്കുവാൻ അറിയാമായിരുന്നു. മാത്രമല്ല നല്ലൊരു ചിത്രകാരനായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ചിത്രമൊക്കെ അദ്ദേഹം വരച്ചിട്ടുണ്ട്. തുർക്കിയിൽ നിന്നും അദ്ദേഹം ജെറൂസലേമിലേക്ക് വന്നു. അവിടെ വെച്ചായിരിക്കാം ഒരു പക്ഷേ സുവിശേഷത്തെക്കുറിച്ച് അറിയുക, യേശുവിനെക്കുറിച്ച് പഠിക്കുക, സഭയെക്കുറിച്ച് മനസ്സിലാക്കുക, അപ്പസ്തോലന്മാരെ പരിചയപ്പെടുക. ഇതൊക്കെ സാധ്യമായത് ഒരുപക്ഷെ ജെറൂസലമിൽ വെച്ചായിരിക്കാം എന്ന് മാത്രമേ പൊതുവായിട്ട് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള അറിവുള്ളൂ.
പിതാവെ, വിശുദ്ധ ലൂക്കയെക്കുറിച്ച് പുതിയ നിയമത്തിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? പുതിയ നിയമത്തിൽ വിശുദ്ധ ലൂക്ക സുവിശേഷം രചിച്ചു. അതോടൊപ്പം തന്നെ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ എന്ന പുസ്തകവും രചിച്ചു. അപ്പോൾ ആ രണ്ട് പുസ്തകവും അദ്ദേഹം രചിച്ചതുകൊണ്ട് അതിൽ ചില പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പൗലോസ് അപ്പസ്തോലൻ്റെ വലിയ അടുത്ത സഹായിയായിരുന്നു വിശുദ്ധ ലൂക്ക. അതുകൊണ്ട് വിശുദ്ധ ലൂക്ക പൗലോസ് അപ്പസ്തോലൻ ലൂക്കായെക്കുറിച്ച് ചില കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പൊതുവായിട്ട് നമുക്ക് ലഭിക്കുകയില്ലെങ്കിലും അതേക്കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ പൗലോസിൻ്റെ ഒരു സ്നേഹിതനായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ. അതുകൊണ്ട് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇക്കാര്യം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ 2-ാമത്തെയും 3-ാമത്തെയും പ്രേക്ഷിത യാത്രകളിലും റോമിലെ കാരാഗ്രഹവാസ കാലഘട്ടത്തിലും ലൂക്ക കൂടെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 16-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങളിലൂടെയും 20-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങളിൽ നിന്നും വായിച്ചെടുക്കുവാൻ സാധിക്കും. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 27-ാം അധ്യായത്തിലും 28-ാം അധ്യായത്തിലും പൗലോസ് അപ്പസ്തോലൻ ലൂക്കായുടെ പേര് രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം തന്നെ സാന്ദർഭികവശാൽ അത് എഴുതിയിട്ടുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തിമോത്തിക്ക് എഴുതുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്, പൗലോസ് അപ്പസ്തോലന് ലൂക്ക എൻ്റെ കൂടെ ഉണ്ട്, അവനാണ് എനിക്ക് കൂടുതലുള്ള ശക്തി എന്ന്. അതുപോലെ ഫിലമോന് എഴുതുമ്പോഴും ഒരു അധ്യായമല്ലേ ഉള്ളൂ, 23-ാമത്തെ വാക്യത്തിൽ എൻ്റെ കൂടെയുള്ള എന്നെ സഹായിയായിട്ട് ലൂക്ക ഉണ്ട്. ഇങ്ങനെയുള്ള പരാമർശം നമുക്ക് അവിടെ കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ സുവിശേഷത്തിൽ ഈ പുതിയ നിയമത്തിൽ ലൂക്ക ആദിമ സഭയുടെ ശക്തമായ സാന്നിധ്യം, വളരെ കരുത്തായിരുന്നു അപ്പസ്തോലന്മാർക്ക്, പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ പൗലോസ് ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ വിശുദ്ധ ലൂക്കായെക്കുറിച്ച് പരാമർശിക്കുന്നു. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു, എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി എന്നെഴുതിയ വിശുദ്ധ പൗലോസ് തുടർന്ന് ഇപ്രകാരം കൂട്ടിച്ചേർക്കുന്നു, ലൂക്ക മാത്രമേ എന്നോട് കൂടിയുള്ളൂ. പുതിയ നിയമഗ്രന്ഥങ്ങളിൽ സുപ്രധാനമായ 2 രചയിതാവ് എന്നതിനും ധീരനായ പ്രേക്ഷിത പ്രവർത്തകൻ എന്നതിനും പുറമെ വിശുദ്ധ പൗലോസ് ലീഹായ്ക്ക് ആത്മബലം പകർന്നിരുന്ന ചരിത്രവും വിശുദ്ധ ലൂക്കായ്ക്കുണ്ട്. പിതാവെ, വിശുദ്ധ ലൂക്കായുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരുന്നു? വിശുദ്ധ ലൂക്കായുടെ ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനം സുവിശേഷം രചിച്ചു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകമായിട്ട് അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുവാനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി. ഏറെ പ്രത്യേകിച്ച് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ്റെ കൂടെ യാത്ര ചെയ്ത് സുവിശേഷം പ്രസംഗിച്ചു. അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനത്തിൽ ആദ്യ ഭാഗം വിശുദ്ധ പത്രോസിനെ കുറിച്ചുള്ള പത്രോസിൻ്റെ ജീവിതമായിരുന്നു കൂടുതൽ വിശദീകരിച്ചിരുന്നത്. അതിൽ നിന്ന് അനുമാനിക്കാം വിശുദ്ധ പത്രോസിനോടൊപ്പമായിരുന്നു വിശുദ്ധ ലൂക്ക ആദ്യ ഭാഗത്ത് ഉണ്ടായിരുന്നത് എന്നാണ്. എന്നാൽ രണ്ടാമത് അപ്പസ്തോലന്മാരുടെ നടപടിയിൽ രണ്ടാമതായിട്ട് പൗലോസ് അപ്പസ്തോലൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വളരെ വിശദമായിട്ട് അവതരിപ്പിക്കുന്നത് വഴി അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തമ സുഹൃത്തും അടുത്ത അനുയായിയുമായിരുന്നു വിശുദ്ധ ലൂക്ക എന്ന് ഊഹിക്കാം. അപ്പോൾ തൻ്റെ പ്രേക്ഷിത യാത്രകളിൽ വിശുദ്ധ പൗലോസിനെ അദ്ദേഹം സഹായിച്ചു. അദ്ദേഹം ഒരു രോഗിയായിരുന്നു എന്ന് നമുക്കറിയാമായിരുന്നല്ലോ. വിശുദ്ധ പൗലോസ് ഒരു രോഗിയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വൈദ്യൻ്റെ സഹായം കൂടെയുള്ളത് എപ്പോഴും ആശ്വാസമാണ്. അപ്പോൾ അദ്ദേഹം കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ സുവിശേഷ പ്രേക്ഷിത യാത്രകളിൽ വിശുദ്ധ പൗലോസിൻ്റെ ഒപ്പം കൂടുതൽ യാത്ര ചെയ്യുവാനും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുവാനും വിശുദ്ധ ലൂക്കായ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിനു പുറമേ നമുക്ക് കാണുവാൻ സാധിക്കും സുവിശേഷം രചിച്ചത്. ഈ സുവിശേഷം രചിക്കുന്നതിന് അദ്ദേഹത്തിനെ വിശുദ്ധ പൗലോസ് സഹായിച്ചിട്ടുണ്ട് എന്നാണ് പൊതുവെ വ്യാഖ്യാതാക്കൾ അനുമാനിക്കുന്നത്. അങ്ങനെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഗ്രീസിലേക്ക് വന്നു, അവിടെ സുവിശേഷം പ്രസംഗിച്ചു, അവിടെയുള്ളവർ ആളുകളെ മാനസാന്തരപ്പെടുത്തി എന്ന് പൊതുവെ കരുതുന്നുണ്ട്. ഇതാണ് പൊതുവെ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. ആ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ചെയ്യുന്നവരോട്
സഹായിയായിട്ടായിരുന്നു അദ്ദേഹം നിന്നിരുന്നത്. കാരണം എല്ലാ പ്രതിസന്ധികളും ആദിമസഭയിൽ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ആദിമസഭയിലുള്ള ആ സഭാപിതാക്കന്മാർ അഭിമുഖീകരിച്ച വലിയ ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിൽ വിശുദ്ധ ലൂക്കായും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുതന്നെ വലിയ പ്രേക്ഷിത പ്രവർത്തനമാണല്ലോ. ചരിത്രകാരനായ എവസേബിയൂസ് വിവരിക്കുന്നത് പ്രകാരം അന്ത്യോക്യ സ്വദേശിയായിരുന്ന വിശുദ്ധ ലൂക്ക ഒരു ഗ്രീക്കുകാരനായിരുന്നു. അദ്ദേഹം പ്രധാനമായും സുവിശേഷം പ്രഘോഷിച്ചത് ഗ്രീസിലായിരുന്നു. സുവിശേഷ രചന പൂർത്തിയാക്കിയതും അവിടെ തന്നെയാണെന്ന് കരുതപ്പെടുന്നു. ഉയർന്ന വിദ്യാഭ്യാസവും അനവധി കഴിവുകളും ഉണ്ടായിരുന്ന വിശുദ്ധ ലൂക്ക തൻ്റെ പ്രേഷിത ദൗത്യത്തിൻ്റെ ഫലപ്രാപ്തിക്കായി ആ കഴിവുകളെല്ലാം വിനിയോഗിച്ചിരുന്നു. പരിശുദ്ധ അമ്മയുടെ ആദ്യ രേഖാചിത്രം വരച്ചത് ലൂക്കായാണെന്ന് കരുതപ്പെടുന്നു. പിതാവേ, വിശുദ്ധ ലൂക്കായുടെ രക്തസാക്ഷിത്വം എങ്ങനെയായിരുന്നു? വിശുദ്ധ ലൂക്കായുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹം ഗ്രീസിൽ വെച്ച് രക്തസാക്ഷിയായി തീർന്നു, സുവിശേഷം പ്രസംഗിച്ചു, മരിച്ചു എന്ന് കരുതപ്പെടുന്നുണ്ട്. എന്നാൽ അദ്ദേഹം അതിനപ്പുറത്തായിട്ട് അർമേനിയൻ സഭയിലും അതുപോലെ മറ്റു ചില സഭകളിലും ഉള്ള ഒരു പാരമ്പര്യങ്ങൾ, കോപ്റ്റിക് പാരമ്പര്യം, കോപ്റ്റിക് സഭയിലെ അദ്ദേഹം കോപ്റ്റിക് തുർക്കിയിൽ നിന്ന് വന്നു. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉള്ള ആ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു കോപ്റ്റിക് പാരമ്പര്യത്തിൽ സൂചിപ്പിക്കുന്നത് അദ്ദേഹം റോമിൽ വെച്ച് രക്തസാക്ഷിയായി എന്നുള്ളതാണ്. അതൊരു പാരമ്പര്യമാണ്. അങ്ങനെ രണ്ട് പാരമ്പര്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. റോമിൽ വെച്ച് അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടി നീറോ ചക്രവർത്തിയുടെ കാലത്താണ്. നീറോ ആ സുവിശേഷം പ്രസംഗിക്കാൻ അപ്പസ്തോലനോടൊപ്പം ചേർന്നു. അപ്പസ്തോലൻ വധിക്കപ്പെട്ടു, രണ്ടുപേരും, പത്രോസ്ലീഹായും വധിക്കപ്പെട്ടു, പൗലോസ്ലീഹായും വധിക്കപ്പെട്ടു. തുടർന്നും അദ്ദേഹം വളരെ ശക്തിയായിട്ട് സുവിശേഷം പ്രസംഗിച്ചു റോമിൽ. അങ്ങനെ അവിടെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ നീറോ ചക്രവർത്തി അദ്ദേഹത്തിനെ തൻ്റെ പാലസിലേക്ക്, കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്നത്? ഇത് ഇവിടെയുള്ളവർക്ക് വലിയ പ്രതിസന്ധി, ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് എല്ലാം സൂചിപ്പിച്ചു. എന്നാൽ അവിടെ വെച്ചും വളരെ കൃത്യതയോടുകൂടി വിശുദ്ധ ലൂക്ക സുവിശേഷം പ്രസംഗിക്കുകയാണ്. ഏറെ പ്രത്യേകിച്ച് അദ്ദേഹം ഒരു വൈദ്യനായിരുന്നതുകൊണ്ട് ആ വൈദ്യശാസ്ത്രം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ധാരാളം പേർക്ക് സൗഖ്യം നൽകി. അതെ, അപ്പോൾ പലരും പറഞ്ഞു വരുത്തി അദ്ദേഹം മാജിക് കാണിക്കുകയാണെന്ന്. ചില മാജിക്കുകളിലൂടെയാണ് ഇവരെല്ലാം മാനസാന്തരപ്പെടുത്തുന്നതെന്ന് സൂചിപ്പിച്ചു. എന്നാൽ അദ്ദേഹം ആ മാജിക് ഒന്ന് കാണാം, മാജിക് ഒന്ന് മനസ്സിലാക്കാം, ഇത് മാജിക് തന്നെയാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് നീറോ ചക്രവർത്തി കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയത്. എന്നാൽ അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഇത് മാജിക് ഒന്നുമല്ല, ഇത് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ക്രിസ്തുവിൻ്റെ ജീവിതമാണ്, സുവിശേഷമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്, അത് തന്നെയാണ് ഏറ്റവും വലിയ മാജിക്ക് എന്ന് വളരെ കൃത്യതയോടുകൂടി അവിടെ അവതരിപ്പിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നീറോ ചക്രവർത്തിയുടെ ഒരു ഭാര്യ മാനസാന്തരപ്പെട്ടു. അതിനോടൊപ്പം തന്നെ ഏകദേശം 300ഓളം ആളുകൾ സുവിശേഷം സ്വീകരിച്ചു എന്ന് കരുതുകയാണ്. പക്ഷേ ഈ നീറോ ചക്രവർത്തി സ്വാഭാവികമായിട്ടും മതമർദ്ദനത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ ലൂക്കാ സുവിശേഷൻ്റെ വലതുകരം ഛേദിച്ചു കളഞ്ഞു. വലതുകരം ഛേദിച്ചപ്പോൾ വലതുകരം, കാരണം വലതുകരം കൊണ്ടായിരുന്നല്ലോ അദ്ദേഹം എഴുതിയിരുന്നത്, ആ വലതുകരം ഛേദിച്ചു കഴിഞ്ഞപ്പോൾ അത് വേർപെട്ട് വീണു. പക്ഷെ ലൂക്കാ സുവിശേഷകൻ വളരെ സമചിത്തതയോടെയാണ് അതിനോട് പ്രതികരിച്ചത്. വളരെ സമചിത്തയോട് പ്രതികരിച്ചിട്ട് ആ വലതുകരം എടുത്തിട്ട് വീണ്ടും അവിടെ ഒട്ടിപ്പിടിച്ചു. അങ്ങനെ അത് വീണ്ടും ഒട്ടിപ്പിടിച്ചു. എന്നാൽ വീണ്ടും അതിൽ നിന്ന് അടർത്തി മാറ്റുകയാണ് ചെയ്യുക. അദ്ദേഹം പറഞ്ഞു, രക്തസാക്ഷിയാകുക വലിയ അഭിമാനമാണ്, അവന് വേണ്ടി മരിക്കുക, ഇതിനപ്പുറത്തൊരു സായുജ്യമില്ല, അപ്പുറത്തൊരു മോക്ഷമില്ല, സ്വർഗം എനിക്ക് ലഭിക്കുകയാണെന്ന് പറഞ്ഞു ധീരതയോടുകൂടി അദ്ദേഹവും മരണത്തിൽ വധിക്കപ്പെട്ടു. അങ്ങനെ 300ഓളം പേര് ആ അവസരത്തിൽ, മറ്റുള്ള 300 എല്ലാവരെയും, അപ്പോൾ വിശ്വാസം സ്വീകരിച്ച എല്ലാവരെയും വധിച്ചു. അതിൽ ലൂക്കാ സുവിശേഷകനും വധിക്കപ്പെട്ടു. പിന്നീട് അവരുടെ മൃതദേഹം കടലിലേക്ക് തള്ളി, കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു വധിക്കപ്പെട്ടവരെ. അപ്പോൾ എന്നാൽ ആ കടലിൽ നിന്ന് അത് കരയ്ക്കടിഞ്ഞു. കരയ്ക്കടിഞ്ഞപ്പോൾ
തിയോഫിലസ്, അല്ലയോ തിയോഫിലസ് എന്ന് പറഞ്ഞാണല്ലോ അഭിസംബോധന ചെയ്യുന്നത്. ആ ശിഷ്യനായിരുന്ന തിയോഫിലസ് ഇത് ലൂക്കായുടെ മുഖം തിരിച്ചറിയുകയും അത് കൊണ്ടുവന്ന് സംസ്കരിക്കുകയും ചെയ്തു എന്നാണ് കോപ്റ്റിക് ഒരു ലെജൻഡായിട്ട് അവർ പറയുന്നത്. ഇങ്ങനെയാണ്. എന്നാൽ രണ്ട് വിധത്തിലുള്ള അനുമാനങ്ങളുമുണ്ട്. അദ്ദേഹം ഒരു രക്തസാക്ഷിയായി തീർന്നു. എന്നാൽ രക്തസാക്ഷിത്വം എങ്ങനെയാണെന്ന് കൃത്യതയോടുകൂടി നമുക്ക് പറയാനും സാധിക്കുകയില്ല. എങ്കിലും അദ്ദേഹം ഒരു രക്തസാക്ഷിയായി തീർന്നു എന്ന് പൊതുവെ അനുമാനിക്കുന്നു. പിതാവേ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തെ കുറിച്ച് ഞങ്ങളോട് പങ്കുവയ്ക്കാമോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പ്രധാനമായിട്ടും വിജാതിയർക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതാണ്. വിജാതിയർക്ക് വേണ്ടി അവർ വിശ്വാസം സ്വീകരിക്കുന്നു. യേശു പഠിപ്പിച്ച കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ചില ഭാഗങ്ങളെല്ലാം തിരഞ്ഞെടുത്ത് സുവിശേഷത്തിൽ ചേർക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് വിജാതിയർക്ക് വേണ്ടി എഴുതിയതാണ്. അത് ഒരു കാളയാണ് അതിൻ്റെ പ്രതീകമായിട്ട് നിൽക്കുക. അത് പഴയ നിയമത്തിൽ യേശയ്യായുടെ പ്രവചനത്തിൽ നിന്നും അപ്രകാരം തന്നെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്നും സ്വീകരിച്ച അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാള. അത് വിജാതിയർക്ക് വേണ്ടി എഴുതിയതാണ്. വിജാതിയരോട് സുവിശേഷം പ്രസംഗിച്ചു. എന്നാൽ അവരുടെ ഇടയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, രക്തസാക്ഷിത്വം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിജാതിയർക്ക് രക്തസാക്ഷിത്വം ഉണ്ടാകുമല്ലോ. അങ്ങനെ രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതിസന്ധികൾ അവർ രൂക്ഷമായപ്പോൾ അതിനെ നേരിടുന്നതിന് ശക്തി നൽകുന്നതിന്, കരുത്ത് നൽകുന്നതിനാണ് അദ്ദേഹം സുവിശേഷം രചിച്ചത്. അപ്പോൾ അവിടെ ഒരു കാള അതിൻ്റെ പ്രതീകമായിട്ട് നിൽക്കുകയാണ്. അവർക്ക് നന്നായിട്ടറിയാം, കാളയെ അവരെല്ലാം ബലിയർപ്പിച്ചിരുന്നു. വിജാതീയരും അതുപോലെ തന്നെ യഹൂദരും ഒരുപോലെ ബലിയർപ്പിച്ചിരുന്നു. ദൈവത്തിന് ബലിയർപ്പിക്കുന്നത് കാളകളെയായിരുന്നു. അപ്പോൾ കാള ഒരു പ്രതീകമാണ് ബലിയർപ്പണത്തിൻ്റെ. അപ്പോൾ കാള ആ ബലിയർപ്പണത്തിൻ്റെയും ഒരു പ്രതീകമായതുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്, ഓരോ വിശ്വാസിയും തൻ്റെ ജീവിതത്തിൽ ബലിയർപ്പണം ഉണ്ടായിരിക്കും. അവന് ഒരു ബലിയർപ്പണമാണ് ജീവിതം എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് അതിൻ്റെ ഈ പ്രതീകം, കാളയുടെ ഒരു പ്രതീകം. അദ്ദേഹം തൻ്റെ സുവിശേഷം വിജാതിയർക്ക് എഴുതിയപ്പോൾ വളരെ ഭംഗിയായിട്ട്, വളരെ കൃത്യതയോടുകൂടി യേശുവിനെ അവതരിപ്പിക്കുവാൻ പരിശ്രമിച്ചിട്ടുണ്ട്. മറ്റ് സുവിശേഷകാരന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് വിജാതിയർക്ക് വേണ്ടി എഴുതിയതാണ്. ഒന്ന്, ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ കരുണയാണ്. കരുണയുടെ സുവിശേഷം ഭംഗിയായിട്ട് അവതരിപ്പിച്ച് തരുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലാണ്. ധൂർത്തപുത്രൻ, കാണാതായ ഒരാടിൻ്റേത് 10 നാണയങ്ങളുടെ ഉപമ, അതെല്ലാം പ്രത്യേകമായിട്ട് ഒരു ദൈവത്തിൻ്റെ കാരുണ്യം എപ്പോഴും ഉണ്ടെന്ന് അറിയിക്കുന്നുണ്ട്. ദൈവം കാരുണ്യവാനാണെന്ന് ഇത് വിശ്വാസികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തൻ്റെ സുവിശേഷ രചനയിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. അതോടൊപ്പം തന്നെ അവിടുന്ന് ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവരിലേക്കും കരകവിഞ്ഞൊഴുകുന്നതാണ്. അത് ഫരിസേരിലല്ല, അത് മറ്റെല്ലാവരിലേക്കും എത്തും. സാധാരണക്കാരിലേക്കും ഒരു സമറിയക്കാരനിലേക്കും എത്തുന്നതാണ്. ഇങ്ങനെയുള്ള നല്ല സമറിയക്കാരൻ്റെ ഉപമ, ലാസറിൻ്റെ ഉപമ, വഴിയിൽ ധനവാന്റെ വാതിലുള്ള ലാസറിൻ്റെ ഉപമ, അവൻ്റെ രക്ഷ, ഇങ്ങനെയുള്ള പുതുമയുള്ള ധാരാളം കാര്യങ്ങൾ അദ്ദേഹം ഇതിലൂടെ അവതരിപ്പിച്ചു തൻ്റെ സുവിശേഷത്തിലൂടെ. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സ്നേഹവും അത് അതിരുകളില്ലാത്തതാണ്, അതെല്ലാവരിലേക്കും ചൊരിയുന്നതാണ് എന്ന് തൻ്റെ സുവിശേഷത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ സുവിശേഷം പ്രാർത്ഥനയുടെ സുവിശേഷമായിട്ടാണ് അറിയപ്പെടുന്നത്. ലൂക്കായുടെ സുവിശേഷം പ്രാർത്ഥനയുടെ സുവിശേഷം. പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെ ഇത്ര ഭംഗിയായിട്ട് മറ്റു സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കുകയില്ല. യേശു കടൽ തീരത്തും യോർദാൻ നദിയിൽ നിന്ന് കയറിയപ്പോഴും മരുഭൂമിയിലും താബോർ മലയുടെ മുകളിലും അത് മറ്റു സ്ഥലങ്ങളിലും അപ്പസ്തോലന്മാരെ വിളിക്കുമ്പോഴും ഗെത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനയും, ഇങ്ങനെ ഈശോയെ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിട്ട് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സുവിശേഷം പ്രത്യേകമായിട്ട് സുവിശേഷത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കും. അത് കരുണയുടെ ഒരു സുവിശേഷമാണ്, പ്രാർത്ഥനയുടെ ഒരു സുവിശേഷമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് സഭ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആ ചുങ്കക്കാരൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? ഫരിസേയൻ പ്രാർത്ഥിക്കുന്നു, ചുങ്കക്കാരനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവൻ പശ്ചാത്തപിക്കുമ്പോൾ ദൈവം അവനെ സ്വീകരിക്കുന്നു. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ആ സംഭവം ഇവിടെയാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ സുവിശേഷത്തിൽ ഇതാണ് സുവിശേഷത്തെക്കുറിച്ച് പൊതുവായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ സുവിശേഷം കാണുവാൻ സാധിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ സ്വാധീനം ഈ സുവിശേഷം രചിക്കുന്നതിൽ നന്നായിട്ടുണ്ടാകാം എന്നാണ് പൊതുവെ വ്യാഖ്യാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതും സഹായമായിട്ട് നിൽക്കുകയാണ്. വിവിധങ്ങളായ സ്രോതസ്സുകളും അനുഭവസ്ഥരുടെ സാക്ഷ്യങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചാണ്
വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷവും അപ്പസ്തോലന്മാരുടെ നടപടിയും രചിച്ചത്. തെയോഫിലോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്തു നിന്ന് തന്നെ സുവിശേഷ രചനയുടെ ആധികാരികത നമുക്ക് വ്യക്തമാകുന്നു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം പങ്കുവെക്കുവാൻ തൻ്റെ സുവിശേഷത്തിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ആ സുവിശേഷത്തിൽ മാത്രം വിവരിക്കുന്ന അനവധി സംഭവങ്ങളും വിവരണങ്ങളും വിലപ്പെട്ടവയാണ്. വിജാതീയനായ സുവിശേഷകനും മഹാനായ പ്രേക്ഷിത പ്രവർത്തകനും രക്തസാക്ഷിയുമായ വിശുദ്ധ ലൂക്കായുടെ ജീവിതവും രക്തസാക്ഷിത്വവും 2 സഹസ്രാബ്ദങ്ങളായി തിരുസഭാ മക്കൾക്ക് ആവേശവും മാതൃകയുമാണ്. വലിയ പീഡനങ്ങൾക്കും വേദനകൾക്കും മുന്നിലും ചങ്കൂറ്റത്തോടെ നിവർന്നു നിന്ന അദ്ദേഹം പൗലോസിനെന്ന പോലെ നമുക്കും ആത്മബലം പകരുന്നു. വലിയ സൗഭാഗ്യങ്ങളെയും സുഖസൗകര്യങ്ങളെയും തൃണവദ്ഗണിച്ച് ക്രിസ്തുവിനായി ജീവിച്ച അദ്ദേഹത്തെ നമുക്കും മാതൃകയാക്കാം. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ അദ്ദേഹത്തിൻ്റെ ജീവിതവും രക്തസാക്ഷിത്വവും നമുക്ക് കൂടുതൽ ശക്തി നൽകുകയാണ്. അനുദിന ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ചെറുതും വലുതുമായ പ്രതിസന്ധികൾ രക്തസാക്ഷിത്വത്തിൻ്റെതാണ്. അത് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ധീരതയോടുകൂടി സാക്ഷികളാകുക. ഏറെ പ്രത്യേകിച്ച് ഒരു കമ്പോള സംസ്കാരം നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുമ്പോൾ, കീഴടക്കുമ്പോൾ, ആഗോളവൽക്കരണത്തിലൂടെ നമ്മുടെ പാരമ്പര്യങ്ങളും ആത്മീയ മൂല്യങ്ങളും ധാർമ്മിക മൂല്യങ്ങളും തകർന്നടിയുമ്പോൾ അതൊരു രക്തസാക്ഷിത്വമാണെന്ന് തിരിച്ചറിയുവാൻ വിശുദ്ധ ലൂക്കായെ പോലെയുള്ള ധീരരായ രക്തസാക്ഷികൾ നമുക്ക് ശക്തി നൽകുന്നതാണ്. അവരുടെ പാത നമുക്ക് പിഞ്ചെല്ലാം. ധീരതയോടുകൂടി രക്തസാക്ഷിത്വത്തിന് നമുക്ക് ഹൃദയത്തിൽ സ്വന്തമാക്കാം. അവരുടെ പാത പിഞ്ചൊല്ലുവാനുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് നമുക്ക് വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കാസ്ലിഹായെ അങ്ങ് അഭിമുഖീകരിച്ച വലിയ പ്രതിസന്ധികൾ ധീരതയോടെ നേരിടുകയും ഒരു സഭയ്ക്ക് വേണ്ടി അങ്ങ് രക്തസാക്ഷിയായി തീരുകയും ചെയ്തു. അങ്ങയുടെ ചുടുനിണം ഇന്നും ഞങ്ങളെ ആവേശം കൊള്ളിക്കുന്നു. അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ പ്രതിസന്ധികൾ ധീരതയോടെ ഏറ്റെടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ സഹായിക്കണമേ. സുവിശേഷം പ്രഘോഷിച്ചും സുവിശേഷമായി തീർന്നും ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. രക്തസാക്ഷിത്വം ക്രിസ്തു മാർഗചരിച്ചോരനേക നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും